മാന്നാറിലെ കലയുടെ കൊലപാതക കേസിൽ ഒന്നാം പ്രതി കലയുടെ ഭർത്താവ് അനിൽകുമാർ, ജിനു, സോമൻ, പ്രമോദ് എന്നിവർ 2, 3, 4 പ്രതികളെന്ന എഫ്ഐആർ. കൊലയ്ക്ക് കാരണം കലയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തിലാണ്. എഫ്ഐആറിന്റെ പകർപ്പ് ജനം ടിവിക്ക്. വലിയ പെരമ്പുഴ പാലത്തിൽ വെച്ചാണ് കൊലപാതകം നടത്തിയതെന്ന് കസ്റ്റഡിയിലുള്ള സുരേഷ് കുമാർ. അതേസമയം അമ്മ മരിച്ചിട്ടില്ലെന്ന് കലയുടെ മകൻ. അച്ഛൻ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെന്നും പോലീസ് പറയുന്നത് വിശ്വസിക്കുന്നില്ലെന്നും കലയുടെ മകൻ. അതൊന്ന് കേൾക്കാം, വളരെ കഷ്ടമാണ്. എനിക്ക് പറയാനുള്ള ഇങ്ങനെയുള്ള സംഭവം ഇങ്ങനെ നടന്നിട്ടേ ഇല്ല. സംഭവം ഇങ്ങനെ ഇവനുണ്ട്, അത് എനിക്ക് ഉറപ്പുണ്ട്. എന്നിട്ട് ഇന്നലെ പറയുക അച്ഛനും അമ്മയൊക്കെ പറയുക എനിക്കും ഇതില്ല, എന്തോ ഒരു ടെൻഷനില്ല. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ ടെൻഷൻ? അമ്മ ജീവനുണ്ട്, അത് എനിക്കും അറിയാം. അതാണ് ഞാൻ ഒന്ന് പറയുന്നത്. വളരെ വൈകാരികമായ പ്രതികരണമാണ് വരുന്നത്. നിഷ, എന്തായാലും ഏറ്റവും പുതുതായി അവിടെ നിന്ന് നൽകാനുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്നും ഈ പരിശോധനയൊക്കെ തുടരുമോ? ലക്ഷ്മി, പരിശോധന തുടരുന്ന കാര്യത്തിൽ പോലീസ് കൃത്യമായി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് തന്നെ പ്രതികളെ മാവേലിക്കര കോടതിയിൽ ഹാജരാക്കും. പോലീസ് ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. 4 പേരെ പ്രതികളാക്കിക്കൊണ്ടാണ് പോലീസ് ഇന്നലെ രാത്രി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒന്നാം പ്രതി കലയുടെ ഭർത്താവ് അനിൽകുമാറാണ്. ജിനു, സോമൻ, പ്രമോദ് എന്നിങ്ങനെ യഥാക്രമം 3 പ്രതികൾ കൂടിയുണ്ട്. കൊലപാതകത്തിൽ 4 പേർക്കും തുല്യ പങ്കുണ്ട് എന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. 302, 201, 34 വകുപ്പുകൾ ആണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. കൊലപാതകം ഒപ്പം തന്നെ സംഘം ചേർന്ന് അത്യുത്സാഹത്തോടു കൂടി കൊലപാതകം നടത്തി, ഒപ്പം തന്നെ തെളിവ് നശിപ്പിച്ചു എന്നിങ്ങനെയുള്ള കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. മൃതദേഹം കൊണ്ടുപോയി മാരുതി കാറിൽ കയറ്റി കൊണ്ടുപോകുന്നത് ആയക്കര ജംഗ്ഷനിൽ വെച്ച് ജിനു, 2ാം പ്രതിയായ ജിനു കണ്ടു എന്ന് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇന്നലെ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നത് 5 പേരാണ്. ഇതിൽ 3 പേരാണ് നിലവിൽ കസ്റ്റഡിയിലുള്ളത്. ഇവരുടെ അറസ്റ്റ് അല്പസമയത്തിനകം തന്നെ രേഖപ്പെടുത്തുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല 2 പേർ, ഇതിൽ സുരേഷ് കുമാറിനെയാണ് ഈ കേസിലെ പരാതിക്കാരനായി എഫ്ഐആറിൽ പറഞ്ഞിട്ടുള്ളത്. സുരേഷ് കുമാറിന്റെ മൊഴി അനുസരിച്ച് ഈ വലിയ പെരുമ്പുഴ പാലത്തിൽ വെച്ച് കൊലപാതകം നടത്തി തനിക്കൊരു അബദ്ധം പറ്റി എന്നും സഹായിക്കണമെന്നും മൃതദേഹം മറവു ചെയ്യാൻ ഒപ്പം കൂടണമെന്നും കലയുടെ ഭർത്താവ് അനിൽകുമാർ ആവശ്യപ്പെട്ടു. പക്ഷേ തനിക്ക് അതിന് കഴിയില്ല എന്ന് പറഞ്ഞ് സുരേഷ് കുമാർ പോയി എന്നാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുരേഷ് കുമാറിനെ മാപ്പ് സാക്ഷിയാക്കാനാണ് സാധ്യതയുള്ളത്. എന്തായാലും ഇന്നലെ ഇവിടെയൊക്കെ തന്നെ കുഴിച്ച് പരിശോധിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏത് തരത്തിലുള്ള പരിശോധനകൾ വല്ലതും നടക്കുമോ എന്നുള്ള കാര്യമൊന്നും പോലീസ് പറയുന്നില്ല. എന്തായാലും ഈ കസ്റ്റഡിയിലുള്ള 3 പേരുടെ അറസ്റ്റ് ഇന്ന് തന്നെ രേഖപ്പെടുത്തും. ഇവരെ ഇന്ന് തന്നെ മാവേലിക്കര കോടതിയിൽ ഹാജരാക്കും. ഒപ്പം തന്നെ ഇവരെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ ഇന്ന് പോലീസ് നൽകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അനിൽകുമാറിനെ നാട്ടിലെത്തിക്കേണ്ടതുണ്ട്. നമുക്കറിയാം ഈ കേസിലെ 1ാം പ്രതി അനിൽകുമാർ തന്നെയാണ് കൊലപാതകം നടത്തിയതെന്ന് ഒരു സ്ഥിരീകരണത്തിലൊക്കെ പോലീസ് എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ കസ്റ്റഡിയിലുള്ള 3 പേരുടെ മൊഴികൾ പ്രകാരമാണ് അനിൽകുമാർ തന്നെയാണ് കൊലപാതകം നടത്തിയതെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്നലെ ഇവിടെ നിന്നും ശേഖരിച്ച തെളിവുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ശാസ്ത്രീയ പരിശോധനകൾ നടത്തിയ ശേഷം മാത്രമേ ഇന്നലെ ഇവിടെ നിന്ന് ലഭിച്ച മൃതദേഹത്തിൻ്റെത് എന്ന് തോന്നിക്കുന്ന വസ്തുക്കളൊക്കെ കലയുടെ മൃതദേഹമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. ആ സ്ഥിരീകരണം ലഭിച്ചതിന് ശേഷം മാത്രമേ കൂടുതൽ നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയൂ എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്.